ഞങ്ങളിവിടെ നിങ്ങൾക്കറിയാം ത്രിതല തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. തുടക്കം മുതലേ തൃണമൂൽ കോൺഗ്രസ് രൂപീകൃതമായ ആ ഘട്ടത്തിൽ തന്നെ എച്ച് ജുബൈർ ഇവിടുത്തെ കൗൺസിലറാണ് ഈ ഡിവിഷനിൽ. അദ്ദേഹം അന്ന് നമ്മുടെ പിന്തുണ പ്രഖ്യാപിച്ച് നമ്മുടെ കൂടെ വന്നതാണ്. അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ക്യാമ്പയിൻ പല രീതിയിൽ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4.25 വർഷത്തെ പ്രവർത്തനം ഇന്ന് ഇവിടെ അങ്ങാടിയിൽ ചേരുന്ന കങ്ങരപ്പടി അങ്ങാടിയിൽ ചേരുന്ന യോഗത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കളമശ്ശേരിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു മതേതര കേരളീയനെ സംബന്ധിച്ച് തീർത്തും ആശാവഹമല്ലാത്ത, കേരളത്തിന് ഇന്ന് വരെ പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മെല്ലെ നടന്നു നീങ്ങുകയാണ്. ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാൽ കേരളത്തെ ഒരു ദുരന്തത്തിലേക്ക് തള്ളി നീക്കുകയാണ്. ആരാണ് തള്ളി നീക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയോടനുബന്ധിച്ച് നിൽക്കുന്ന ചില വ്യക്തമായ രാഷ്ട്രീയ മുതലെടുപ്പ് താല്പര്യമുള്ള ചില വ്യക്തിത്വങ്ങളും ചില പ്രസ്ഥാനത്തിലെ ചില നേതാക്കന്മാരും. ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇടതുപക്ഷ പ്രസ്ഥാനവും നമുക്കറിയാം 2021 തിരഞ്ഞെടുപ്പ് വരെ ആ പാർട്ടി രൂപീകൃതമായി ഇന്ന് വരെയുള്ള ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വർഗീയതയ്ക്കും വിഭജനവാദത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും എതിരെ പോരാടുകയും നാട്ടിലെ സാധാരണക്കാരും ഇടത്തരക്കാരും തൊഴിലാളികളുമായ ആളുകൾക്ക് വേണ്ടി ഇക്കാലമത്രം പ്രവർത്തിക്കുകയും ആ മുദ്രാവാക്യങ്ങൾ മാത്രം ഉയർത്തി 2021 അധികാരത്തിൽ അവസാനമായി വന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. എന്നാൽ ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ പോലും ചെയ്യാൻ മടിക്കുന്ന വർഗീയ ധ്രുവീകരണം വളരെ പച്ചയായി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയത എന്ന് പറയുന്നതും വിഭാഗീയത എന്ന് പറയുന്നതും ജാതിമത സമവാക്യങ്ങൾക്കൊക്കെ എതിരെ സംസാരിച്ചൊരു പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഗോവിന്ദമാഷ് വിശദീകരിക്കുന്നുണ്ട്. UDF അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന അവസാനത്തെ സാമുദായിക കക്ഷിയും ഞങ്ങൾക്കിതാ പിന്തുണ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നു. ആരാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. ഞങ്ങൾ 2 വോട്ടിന് വേണ്ടി ഒരാളുടെയും ഒരു ജാതി മത സ്ഥാപനത്തിൻ്റെയും തിണ്ണ കയറി ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ടിരുന്ന പാർട്ടി, ഇവിടുത്തെ ആൾ ദൈവങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്ന പാർട്ടി, ആ പാർട്ടിയാണ് ഈ പറയുന്നത് അവസാനത്തെ സാമുദായിക കക്ഷി കൂടി ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കണം, അതുകൊണ്ട് ഞങ്ങൾ വരും. ആൾ ദൈവങ്ങളെ തെരഞ്ഞു നടന്ന് മന്ത്രിമാർ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന സഖാക്കന്മാരുടെ അപൂർവ ദൃശ്യങ്ങൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ ഒരു കാരണവശാലും കഴിയാത്ത, സഖാക്കൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രവർത്തികളുമായിട്ട് ഇവരൊരു ഭാഗത്ത് മുന്നോട്ട് പോവാണ്. വളരെ മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, വർഗീയ ചിന്തയിലേക്ക് ഈ നാടിനെ ഉണ്ടായിരുന്ന സമാധാനം, ആ സമാധാനം നിലനിർത്താൻ വേണ്ടി നിരന്തരമായി പോരാട്ടം നടത്തിയൊരു പാർട്ടി. നമുക്കറിയാം 700-ഓളം സഖാക്കൾ ഈ മണ്ണിൽ രക്തസാക്ഷികളായ മണ്ണാണ് കേരളം. 700-ഓളം സഖാക്കൾ, അതിൽ മഹാഭൂരിപക്ഷവും ആ രക്തസാക്ഷിത്വത്തിൻ്റെ കാരണത്തിൻ്റെ പിന്നാമ്പുറം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനുള്ളത് കേരളത്തിലെ വർഗീയ ഫാസിസ്റ്റുകളുമായി ഏറ്റുമുട്ടി മരണം വരിച്ചവരാണ്.
ആ കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ പിൻതലമുറക്കാർ ഈ നാട്ടിലുണ്ട്, ഈ മണ്ണിലുണ്ട്. ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് അവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് എന്താ പറയുക, ആ വേദന, പാർട്ടിയുടെ ഈ നയം മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വൃത്തികെട്ട രാഷ്ട്രീയം, അധികാരം കിട്ടണം, അതിന് ഞങ്ങൾ എന്തും ചെയ്യും, ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ലാതെ എന്ത് വൃത്തികേട് ചെയ്തും ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന വാശിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മനുഷ്യന് തരം താഴാവുന്നതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് കേരളത്തിൽ ഇറങ്ങുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.